അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, യാസിറാണ് പൂക്കോട്ടുംപാടം. ഇന്ന് നമ്മളെ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളത് ജാഫർ ദാരിമി, അതായത് ശിഹാബ് തങ്ങൾ അക്കാദമി വാഗേരി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തെയാണ് ഇന്നലെ ഒരു വ്യക്തി അടിച്ചത്. അടിച്ച വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ഏതായാലും ജാഫർ ദാരിമി എന്ന് പറയുന്ന ഈ ഉസ്താദിൻ്റെ അദ്ദേഹത്തിൻ്റെ ദുരനുഭവങ്ങൾ കുറച്ച് സമൂഹത്തോട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വയനാട്ടിൽ നിന്നാണ് ഉസ്താദ് നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളോട് നിഷ്പക്ഷമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഉസ്താദേ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇന്നലെ നിങ്ങളെ തല്ലുന്നത് കേരളം മുഴുവനും കണ്ടു. അതായത് നിങ്ങൾ എന്നെ വിളിച്ച് പറയുമ്പോൾ, നിങ്ങളെ പ്രയാസകരമായ ഒരവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു സാധാരണ ഇഷ്യൂ എന്നുള്ള നിലക്കാണ് നമ്മൾ അതിനെ കണ്ടത്. പക്ഷേ നിങ്ങൾ ആ വീഡിയോ കൂടി അയച്ചു തന്നപ്പോൾ, നിങ്ങളുടെ അനുഭവം കൂടി പറഞ്ഞപ്പോഴാണ് നമുക്കിത് സമൂഹത്തിൽ അറിയിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ കരുതിയിട്ടാണ് അത് അങ്ങനെ തന്നെ വെച്ചത്. അത് നിങ്ങളെ എനിക്ക് മുന്നേ പരിചയം ഉണ്ടായിട്ടോ അതല്ലെങ്കിൽ പ്രത്യേകമായ ലക്ഷ്യത്തിൻ്റെ പേരിലോ അല്ല. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ വയനാട്ടിൽ നിന്ന് നമ്മളെ സ്റ്റുഡിയോയിൽ വന്നു. സത്യത്തിൽ എന്തിനാണ് നിങ്ങളെ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് തല്ല് വരുന്നത്? പിന്നീട് അവിടെ ഒന്നും കണ്ടിട്ടില്ല, ജനങ്ങളാരും കണ്ടിട്ടില്ല, നമ്മളും കണ്ടിട്ടില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? വീഡിയോ എടുക്കാൻ അടികിട്ടാനുണ്ടായ സന്ദർഭം ഈ പറയുന്ന CP മുനീർ എന്ന വ്യക്തി, അത് ഞാനായിട്ട് വളരെയധികം വ്യക്തിബന്ധമുള്ള ആളാണ്. നല്ല വ്യക്തിബന്ധമില്ല. ഞാൻ വകീർ മഹല്ലുകാരനല്ല. ഞാൻ അദ്ദേഹത്തെ പരിചയമൊന്നും ഇല്ലെങ്കിലും വർക്ക് കമ്മിറ്റി അംഗം നിലക്ക് അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കണം. സ്ഥാപനമാണല്ലോ. നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ എന്താ ജോലി? ഞാൻ ആ സ്ഥാപനത്തിലെ സ്റ്റാഫാണ്. എന്താ ജോലികൾ? എന്താ അവിടുത്തെ അക്കാദമിക് കാര്യങ്ങൾ, അതുപോലെ ക്യാൻറ്റീൻ, കുട്ടികളുടെ ഫുഡ് കാര്യങ്ങൾ, പോലത്തെ കാര്യങ്ങളൊക്കെ മൊത്തം ഒരു മാനേജ്മെന്റ് ഡ്യൂട്ടിയാണ് എന്നെ മാനേജ്മെന്റ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികളുടെ ഫുഡ് ക്യാൻറ്റീനിൽ സാധനങ്ങളൊക്കെ കുറവുണ്ടോ ഇല്ലേ അതൊക്കെ നോക്കിയിട്ട് റിപ്പോർട്ട് കൊടുക്കണം. സാധനങ്ങൾ വേണ്ട ഡ്രൈവർക്ക് കൊടുത്തിട്ട് സാധനം കൊണ്ടുവരണം. അതാണ് എൻ്റെ ഡ്യൂട്ടി ഉള്ളത്. അത് ഏകദേശം ഒരു 8 വർഷത്തോളമായി. 8 വർഷമായിട്ട് നിങ്ങളെ സ്ഥാപനത്തിലുണ്ട്. അഥവാ നമ്മളെ കൊറോണക്കാർ ഫസ്റ്റ് മുതൽ സ്ഥാപനത്തിലുണ്ട്. ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വ്യക്തിബന്ധം അങ്ങനെയല്ല. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യുന്ന കമ്മിറ്റിക്കാരൻ നിലക്കുന്നുണ്ട്. വ്യക്തിബന്ധമുണ്ട്. അയാൾ ഈ കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അപ്പോൾ എന്ത് ഇവിടെ സംഭവിച്ചത് വെച്ചാൽ ഫസ്റ്റ് അടി കിട്ടാനുള്ള കാരണം ഞാൻ പറയാലോ. ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ നമ്മളെ പ്രേക്ഷകരെന്താ വെച്ചാൽ വിവിധ നിങ്ങളെ രാഷ്ട്രീയപരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും, അല്ലാതെ നിഷ്പക്ഷമായി കാണുന്ന ഒരുപാട് ആളുകൾ നമ്മളെ പ്രേക്ഷകരായിട്ടുണ്ട്. അല്ല, രാഷ്ട്രീയത്തിൽ കൂട്ടിക്കളത്തിന്റെ ആവശ്യമില്ല. കാരണം മൂപ്പർക്ക് രാഷ്ട്രീയം, എനിക്കും രാഷ്ട്രീയമുണ്ട്. എന്റെ രാഷ്ട്രീയം വേറെ, രാഷ്ട്രീയം രണ്ടും ഒന്നാവാം, ചിലപ്പോൾ രണ്ടും രണ്ടാവാം. നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, എനിക്കും വ്യക്തിക്ക് രാഷ്ട്രീയമുണ്ട്. ഇത് രാഷ്ട്രീയം ഒരു ബന്ധം ഇല്ല. അതായത് എന്താ വെച്ചാൽ ഇപ്പൊ എനിക്ക് രാഷ്ട്രീയമുണ്ട്. ഇപ്പൊ ഇന്നലെ നിങ്ങളെ വീഡിയോ കണ്ടപ്പോ അത് ഒരു രാഷ്ട്രീയപരമായൊരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു നേതാവാണെന്ന് സുപ്രഭാതത്തിലൊക്കെ കണ്ടു. പക്ഷെ നമ്മളതിനെ രാഷ്ട്രീയപരമായിട്ടൊന്നുമല്ല കണ്ടത്. നമ്മൾ ഒരു ഉസ്താദിനെ തല്ലിനെ കണ്ടപ്പോ നമുക്കൊരു പ്രയാസം തോന്നി. ഇനിയിപ്പോ നിങ്ങളടുത്ത് അനീതി ഉണ്ടെങ്കിൽ, അയാളിപ്പോ എന്റെ രാഷ്ട്രീയത്തിന് എതിരാണെങ്കിലും ഞാൻ എന്ത് ചെയ്യും? ഞാൻ അയാളൊപ്പം നിൽക്കുള്ളൂ, നീതിയുടെ ഒരു സംഗതിയായിട്ട്. അതല്ലാതെ എനിക്ക് പ്രത്യേകമായി അങ്ങനെ ഒരു രാഷ്ട്രീയ ആശയം വളർത്തേണ്ട ഒരു ആവശ്യം അല്ല. പത്ര ന്യൂസ് വയ്ക്കും ഞങ്ങൾ കൊടുത്തതല്ല. അപ്പൊ മധ്യസഭ നിങ്ങൾക്ക് അറിയാം, സ്റ്റേഷനിൽ കേസ് കൊടുത്താൽ എങ്ങനെ പറഞ്ഞു ആർക്കും ആവശ്യമില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഈ മുസ്ലിം ലീഗിന്റെ മണ്ഡലം സെക്രട്ടറി ഞാൻ മുസ്ലിം ലീഗുകാരനാണ്. അത് ഞങ്ങൾ സെയിമാണ് രാഷ്ട്രീയം. പിന്നെ എന്താണ് ഇവിടെ നിങ്ങളെ ഈ തല്ലാനുള്ള ഒരു കാരണം? അതെ, എനിക്ക് ആ കോളേജിന്റെ ക്യാൻറ്റീൻ ഡ്യൂട്ടി ഞാൻ പറഞ്ഞു. അഥവാ സ്ഥാപനം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 90 രൂപയുടെ സാധനം സുൽത്താൻ ബത്തേരി മലബാറിൽ നിന്ന് സ്ഥലമായിട്ട് സാധനം എടുക്കാറുള്ളത്. അപ്പോൾ 31-ാം തീയതിയാണ് സ്ഥാനം തുറക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ 31-ാം തീയതി രാവിലെ ഒരു 90 രൂപയുടെ സാധനം മലബാറിൽ നിന്ന് കൊണ്ടിറക്കി. ഇപ്പോൾ കുട്ടികൾ വരാത്ത കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലോ. ആ കുട്ടികൾ വരാത്ത കാരണം കൊണ്ട് സ്ഥാനം നാശമായി പോകണ്ടല്ലോ, തിരിച്ചങ്ങോട്ട് കയറ്റി വിട്ടു. തിരിച്ചു കയറ്റി. അപ്പൊ അവിടെ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളില്ല, തിരിച്ചു കയറ്റി വിട്ടു. അത് എല്ലാ കൊല്ലം റംസാൻ എന്താവും സാധനം വക്കലൊക്കെ തിരിച്ചു കണക്ക് അങ്ങനെ ക്ലോസ് ചെയ്യാറുള്ളത്. കയറ്റി വിട്ടു. അങ്ങനെ കയറ്റി വിട്ടിട്ട് അപ്പൊ എങ്ങനെ അറിയാം, പൊതുവെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഫുഡ് വെക്കുന്ന ആള് പറഞ്ഞു, ഞാൻ അത് വൃത്തിയാക്കിക്കൊള്ളാം, ഭക്ഷണം വെച്ച് കഴിയട്ടെ, വൃത്തിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് എന്താക്കി ബത്തേരിയിലേക്ക് പോവുകയും ചെയ്തു. ബാങ്കുമായി ബന്ധപ്പെട്ട് ബത്തേരിയിൽ കുറഞ്ഞ ദിവസം വേണ്ടി ബത്തേരിക്ക് പോവുകയും ചെയ്തു. ഈ ബത്തേരിയിൽ പോയ സമയത്താണ് ഈ വ്യക്തി വന്ന് കണ്ട് അതിന്റെ ഉള്ളിൽ CP മുനീർ എന്ന വ്യക്തി അതിന്റെ ഉള്ളിൽ വന്നുകൊണ്ട്
അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കേന്ദ്രീകരം പറഞ്ഞു, കേന്ദ്രീകരം ചോദിച്ചു ഇവിടെ ആരും ഇല്ലയെന്ന് വെച്ച്, താഴെ ഓഫീസിൽ ആളുണ്ട്, അങ്ങോട്ട് പോയിക്കോളിയെന്ന് പറഞ്ഞു. മൂപ്പരതൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറുന്നത് ഓഫീസിലൊന്നും പോയില്ല, ഓഫീസിൽ പോയില്ല ഓഫീസിലത്തെ ആളുകളും പറഞ്ഞു, കേന്ദ്രീകരം പറഞ്ഞു. മൂപ്പര അതിൻ്റെ ഉള്ളിൽ ക്യാൻറ്റീൻ്റെ ഉള്ളിൽ ഗോഡൗണിൽ കയറി വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ എന്താക്കി പ്രചരിപ്പിക്കണേ. ഇവിടെ അരികളൊക്കെ പൂത്തു പോവാണ്. സ്ഥാപനത്തിൽ ഇകത്തുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ വർക്കിംഗ് കമ്മിറ്റി അംഗമാണെങ്കിൽ അത് ജോലിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നെ വിളിച്ച് പറയാം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ചർച്ച ചെയ്യാൻ ഇഷ്ടം പോലെ വേദികളുണ്ടല്ലോ പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കുകയല്ലല്ലോ വേണ്ടത്. അപ്പൊ എന്നെ അങ്ങനെ ഈ വീഡിയോ മാനേജിംഗ് കമ്മിറ്റി എനിക്ക് അയച്ചു ചോദിച്ചു, ഈ വീഡിയോ എങ്ങനെ പുറത്തു പോയി, ഈ വീഡിയോ ആരും എടുത്തു, എപ്പോഴാണ് വീഡിയോ എടുത്തത്, കാരണം ഇത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ആർക്കുണ്ട്, എനിക്കുണ്ട്, കാരണം ഉത്തരവാദിത്വം എനിക്കാണല്ലോ. ഞങ്ങളോട് ഇപ്പൊ ഈ വീഡിയോ വന്ന സ്ഥിതിക്ക് നിങ്ങളോട് ചോദ്യങ്ങൾ വന്നു മേലെന്ന് ചോദിക്കും, സ്വാഭാവികമാണല്ലോ, കാരണം നിങ്ങളെ സംബന്ധിച്ച സെക്രട്ടറി ആയിരിക്കും, നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കുമല്ലോ. ആ ചോദ്യം വന്നു. ആ ചോദ്യം വന്നപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ. ആ വീഡിയോ ഞാൻ എന്താക്കി തന്നെ യാഥാർത്ഥ്യ വീഡിയോ എടുത്ത് പുറത്ത് ഇട്ടു. അതായത് നിങ്ങൾ അതിന്റെ യാഥാർത്ഥ്യ വീഡിയോ എടുത്ത് മാനേജിംഗ് കമ്മിറ്റിക്ക് കൊടുത്തു. അങ്ങനെ മാനേജിംഗ് കമ്മിറ്റി കൊടുത്തു ഏകദേശം ഒരു 3 സമയത്താണ് ഈ വീഡിയോ എന്താക്കുന്നത്. മാനേജിംഗ് കമ്മിറ്റി ഞാൻ എടുത്ത് കൊടുക്കുന്നത്, മാനേജിംഗ് കമ്മിറ്റി കൊടുത്തു. അങ്ങനെ പിന്നെ ഒരു അതായത് മൂപ്പരെടുത്ത വീഡിയോയിലേ ഈ പറഞ്ഞ മാതിരി പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങൾ കയറിയിട്ടില്ല. അപ്പൊ എന്നിട്ട് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് മാനേജ്മെന്റിന് അയച്ചു. പിന്നെ എന്താ രണ്ടാമത് സംഭവിച്ചത്? അങ്ങനെ അന്ന് വൈകിട്ട് 5 മണിക്ക് ഞാൻ വീട്ടിലേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത്, അഥവാ ഓഫീസ് താഴെയാണ്, ഈ ഗോഡൗൺ കെനിയൊക്കെ മേലെയാണ്. അതങ്ങനെ ചെറിഞ്ഞ സ്ഥലമാണ് കോളേജ്, വാർപ്പെട്ട ബിൽഡിങ്ങിൽ താഴെയാണ് ഓഫീസുള്ളത്, മേലെയാണ് ക്യാൻറ്റീൻ കാര്യങ്ങളും, മാനേജർ ഓഫീസ് മേലെയാണ്. അങ്ങനെ മാനേജർ ഓഫീസിലേക്ക് കയറി വന്നിട്ട് ഇദ്ദേഹം ചോദിച്ചു, CP എന്ന വ്യക്തി ചോദിച്ചു, പിന്നെ ഇദ്ദേഹം വരുന്ന ഇത് കണ്ടപ്പോൾ ഞാൻ എന്താക്കി വീഡിയോ ഓണാക്കി വെച്ചു. കാരണം ഒരു മനുഷ്യന്റെ വരവ് കണ്ടാല് മനസ്സിലാവുമല്ലോ, അതായത് ഈ വിഷയത്തിൽ തന്നെയാണ് വരുന്നതെന്ന് കരുതിയിട്ട് അതിന്റെ രേഖ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങളെ ബാധിക്കുന്ന കേസായതുകൊണ്ട് അഥവാ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളെ വരവ് എനിക്ക് എങ്ങനെയൊക്കെ റൂട്ട് അറിയാലോ. നിങ്ങൾ രണ്ടാമത് വീഡിയോ എടുത്തൊരു രോഷം ഉപർക്ക് ഉണ്ടാവും അല്ലെ? അതെന്നെ മനസ്സിലില്ല, കാരണം ഞാൻ ഇത് നിങ്ങൾക്ക് തിരിയുന്നില്ല. അത് സംസാര ഭാഷ കടം ഞാൻ എന്താക്കി വീഡിയോ ഓണാക്കി വെച്ചു. അദ്ദേഹം ചോദിച്ചു, ഈ വീഡിയോ ആരെടുത്ത് പുറത്ത് വിട്ടത്, ഈ യാഥാർത്ഥ്യം എനിക്കറിയണം, എനിക്ക് ഗൾഫിൽ നിന്ന് ഈ വീഡിയോ വന്നത് യാഥാർത്ഥ്യം എനിക്കറിയാം, ഇത് ഞാൻ എടുത്ത വീഡിയോ അല്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ അവിടെ നിന്ന് വീഡിയോ എടുത്തല്ലോ, അത് നിങ്ങൾക്ക് അത് അധികാരം തന്നത് എനിക്ക് ചോദിച്ചൂടെ? ചോദിക്കാൽ അധികാരമല്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, ഞാൻ സൗത്തിന് വേണ്ടി കുറേ കാലം നയിച്ച ആളാണ്, ഞാൻ ഗൾഫിൽ പോയ ആളാണ്, അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. സൗത്തിന് പെട്ടെന്ന് നയിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാം, പെട്ടെന്ന് നയിച്ചിട്ടുണ്ടാവും, അത് ഞാൻ അത് ബഹുമാനിക്കുന്ന ആദരിക്കുന്നു. ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താക്കി എന്നെ ഈ വീഡിയോ വെക്കാണല്ലോ, ഈ ആരെ വീഡിയോ വെക്കാൻ ഹംകെ, നിങ്ങളെ വീഡിയോ കണ്ടല്ലോ, പിന്നെന്താ സംഭവിച്ചത്? ആ അടി ഇവർക്ക് കൊണ്ടു ഇങ്ങനെ വന്നു, ഷർട്ടിന്റെ പോക്കറ്റിൽ കയറി വന്ന കാണിച്ചു തരാം, ഉണ്ട് ഫോൺ നിലത്ത് വീണു, ഇവിടെ കുത്ത് കിട്ടി. അത് ഒരു താക്കോൽ കൂട്ടുണ്ട്, തലക്ക് കുത്താൻ ഞാൻ തട്ടി മാറ്റി വിട്ടു. അപ്പൊ നിങ്ങള് പിന്നെ സംരക്ഷിക്കുന്ന നിങ്ങളെ മാനേജ്മെന്റ് ഏൽപ്പിച്ച ആ ക്യാൻറ്റീനിൽ വന്നിട്ട് അനധികൃതമായി വീഡിയോ എടുത്ത്, അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വീഡിയോ എടുത്ത് അയച്ചത് മൂപ്പർക്ക് പറ്റിണ്ടാവില്ല. അതായിരിക്കും പിന്നെ വീണ്ടും നിങ്ങൾ വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോ, കാരണം അവിടെ CC ക്യാമറ ഇല്ല എന്നുള്ളത് കൊണ്ട് അതിന് സമാധാനം ഞാൻ പറയണ്ടേ, കാരണം മാനേജ്മെന്റ് എന്നോട് ചോദിക്കില്ല, ഉത്തരം ഞാൻ പറയണ്ടേ. അന്നേരം ഞാൻ എന്താക്കിയതാണ് വീഡിയോ പ്രയാസം അനുഭവിച്ചു. പിന്നെന്താ ചെയ്തത്? എന്നിട്ട് സ്റ്റേഷനിൽ പോയി. ഞാൻ സ്റ്റേഷനിൽ പോയി. സുൽത്താൻ ബത്തേരി സ്റ്റേഷനാണ്. സ്റ്റേഷനായപ്പോൾ മാനേജ്മെന്റ് കമ്മിറ്റി പറഞ്ഞു, കേസ് കൊണ്ട് മുന്നോട്ട് പോകണ്ട, നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. പക്ഷെ എനിക്കും ഫാമിലി ഉണ്ടല്ലോ, ആ കുടുംബത്തിന്റെ വികാരം നമ്മൾ എന്താക്കണം, മനസ്സിലാക്കണം. കുടുംബങ്ങൾ അവരവർ പറഞ്ഞു തല്ലി തീർക്കാന്ന് പറഞ്ഞു. മാനേജ്മെന്റ് പറഞ്ഞു, ഒരിക്കലും ചെയ്യരുത്, സ്ഥാപനമാണ് വലുത്, വ്യക്തികൾക്ക് കുടുംബം ആ തല്ലാകുന്നുണ്ടാവും, കുടുംബങ്ങൾ ഉണ്ടാവും, ഒരിക്കലും ചെയ്യരുത്. അയാളിപ്പോ ഇനി എന്തെല്ലാം ആയിക്കോട്ടെ, അയാളടിച്ച പിന്നെ അയാളെ രാഷ്ട്രീയമൊന്നും അല്ല നമ്മൾ സംസാരിക്കണം, ആ വ്യക്തി അടിച്ചതോടുകൂടി കേരള സമൂഹം, ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും അതൊന്നും സമൂഹം അംഗീകരിക്കണമെന്നല്ല. അതിപ്പോ ഇന്നലത്തെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് തന്നെ അത്
മനസ്സിലാവും. അപ്പോൾ വീണ്ടും നിങ്ങൾ അതേപോലെ പ്രതികരിക്കാൻ നിങ്ങളും അവരും തമ്മിൽ എന്താ മാറ്റം? ഒരു വ്യത്യാസം മാത്രമല്ല നമുക്ക് കാരണം സ്ഥാപനങ്ങൾ കാരണം പാണക്കാട് ശിവതകന്റെ പേരിൽ നടന്നു പോകുന്ന സ്ഥാപനമാണ്. എല്ലാവരും സഹായം വേണം. നമുക്ക് നാളെ ആ നാട്ടിൽ എന്താ അപ്പൊ നിങ്ങൾ കുടുംബവുമായി ചർച്ച ചെയ്തു കുടുംബം. അപ്പൊ ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ പോകരുത്, കേസിന് പോവാം. കാരണം നമുക്ക് നിയമ നടപടികളുണ്ട്. അങ്ങനെ എന്തായിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതും ആ അടിസ്ഥാനത്തിലാണ് പത്ര റിപ്പോർട്ട് വന്നതും. അല്ല പത്ര റിപ്പോർട്ട് ലീഗാർ നിലയ്ക്ക് ആര് കൊടുത്തതല്ല, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കൊടുത്തതല്ല. പത്ര റിപ്പോർട്ട് എങ്ങനെ പോകും നിങ്ങൾക്ക് അറിയാലോ. നിങ്ങള് പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ പല നിലക്ക് വരും. നിങ്ങളതായിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, നിങ്ങളെ കുടുംബത്തിലും നിങ്ങളെ കൂട്ടുകാരന്മാരിലൊക്കെ ഉണ്ടാവും. അവരൊക്കെ കൊടുക്കും. അത് എവിടെ വെച്ചാലും കൊടുക്കും. അത് അറിയും. അപ്പൊ എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? അഡ്മിറ്റായി. പിന്നെ കേസ് ഫയൽ ചെയ്ത് വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം എന്നെ കണിച്ചിറ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് സ്റ്റേഷനിൽ ഞങ്ങൾ പോയപ്പോൾ എൻ്റെ കുടുംബങ്ങൾ ഒപ്പരുണ്ട്. അപ്പോൾ കുടുംബം പോരാ, ഞങ്ങൾ മാത്രം പോരാ, കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവർ വേറെ പ്രയാസമുണ്ട്. കാരണം മനസ്സിലാക്കാൻ വേണ്ടി തീരുമാനിക്കാൻ എന്തൊക്കെ കേസിന് പോകാൻ പറ്റില്ലല്ലോ. എസ് മേഖലാ കമ്മിറ്റി വന്നു, കോളേജ് കമ്മിറ്റി എന്തായില്ല, വന്നിട്ടില്ല. അങ്ങനെ അവിടുന്ന് എസ് ഐ പറഞ്ഞു നമുക്ക് ഒത്ത് തീർപ്പാക്കാന്ന് പറഞ്ഞു. അപ്പോഴും കുടുംബം പറഞ്ഞാൽ എന്താവില്ല, പറ്റൂല. കാരണം എൻ്റെ കുടുംബം തുറന്നു പറയാം. എൻ്റെ കുടുംബങ്ങൾ ആരാണ്? സജീവ AP സുന്നികളാണ്. ആ മഹലിൽ ഞാൻ മാത്രമേ സംസ്കാരനുള്ളൂ. ഒന്നും പറയാമല്ലോ. അതൊക്കെ ഉണ്ടാവും. ഒരു കുടുംബത്തില് പല രാഷ്ട്രീയക്കാരുണ്ടാവും, പല സംഘടനക്കാരുണ്ടാവും. പക്ഷെ കുടുംബം എന്ന് പറഞ്ഞാൽ അതൊരു ചോരക്ക് പറ്റിക്കഴിഞ്ഞാൽ പ്രയാസം എല്ലാവർക്കും ഉണ്ടാവും. അത് പ്രതികരണം സ്വാഭാവികമാണ്. ആ നിലക്കാണ് കേസ് കൊണ്ട് മുന്നോട്ട് പോയത്.